പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ എം.പി. ഗുണ്ടാബന്ധത്തിന്റെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് ഷാഫിയുടെ ആരോപണം. CPM നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബോധപൂർവം സൃഷ്ടിച്ച സംഘർഷമാണ് പേരാമ്പ്രയിൽ നടന്നത് എന്നും എം.പി. പറയുന്നു. അഭിലാഷ് ഡേവിഡ് എന്ന CPM-ന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പോലീസിന്റെ രാത്രിയടിയിൽ മൂക്കിന് പൊട്ടലേറ്റ ഷാഫി പറമ്പിൽ എം.പി. സംഘർഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഇന്നാണ് നടത്തിയത്. പേരാമ്പ്രയിൽ പോലീസ് കൃത്യമായി CPM-ന്റെ നിർദ്ദേശം പാലിച്ച് അജണ്ട നടപ്പിലാക്കുകയായിരുന്നുവെന്ന് ഷാഫി പറമ്പിൽ എം.പി. പറഞ്ഞു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് പോലീസിന് ഉപയോഗിച്ച് CPM പേരാമ്പ്രയിൽ അജണ്ട നടപ്പിലാക്കിയതെന്ന് ഷാഫി പറമ്പിൽ എം.പി. പറഞ്ഞു. അതായത് തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടറായ അഭിലാഷ് ഡേവിഡ് ആണെന്നാണ് ദൃശ്യങ്ങൾ തെളിവായി പുറത്തുവിട്ട് ഷാഫി പറമ്പിൽ എം.പി. പറയുന്നത്. അഭിലാഷ് ഡേവിഡ് നേരത്തെ സർവീസിലിരിക്കെ ഗുണ്ടാബന്ധമെന്ന് കണ്ടെത്തി സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ മെമ്മോ നൽകപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. പിന്നീട് ട്രൈബ്യൂണലിനെ സമീപിച്ചാണ് സർവീസിൽ തിരിച്ചു കയറിയിരുന്നത്. ഇയാൾ CPM-ന്റെ ഗുണ്ടാപ്പണികൾ നടപ്പിലാക്കാൻ അഭിലാഷ് ഡേവിഡിനെ ചുമതലപ്പെടുത്തുകയാണെന്നും ഷാഫി പറമ്പിൽ എം.പി. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാ, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാ, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. അതേസമയം തന്നെ ഷാഫി പറമ്പിൽ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയാണ് അഭിലാഷ് ഡേവിഡ്. ഷാഫിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഫോണിൽ അഭിലാഷ് ഡേവിഡുമായി സംസാരിച്ചിരുന്നു. ആ സമയത്ത് ഷാഫിയെ മർദ്ദിച്ചത് താനല്ല, തനിക്ക് ഈ സ്ഥലത്തായിരുന്നില്ല, മറിച്ച് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തായിരുന്നു ഡ്യൂട്ടി എന്നാണ് അഭിലാഷ് ഡേവിഡ് പറഞ്ഞത്. എനിക്ക് അന്ന് അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ബസ് സ്റ്റാൻഡിലായിരുന്നു ഡ്യൂട്ടി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 10-25 മീറ്റർ ഇപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. വടകര DYSP ആയ ഹരിപ്രസാദിനെതിരെയും ഗുരുതരമായ ആരോപണമാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചത്. അതായത് ഒരു കൈയിൽ ഗ്രനേഡും മറുകൈയിൽ ലാത്തിയുമായി UDF പ്രവർത്തകരെ നേരിടാൻ ഹരിപ്രസാദ് രംഗത്തിറങ്ങിയെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഈ സമയത്ത് കയ്യിൽ നിന്ന് ഗ്രനേഡ് പൊട്ടിയാണ് ഹരിപ്രസാദിന് പരിക്കേറ്റത്. ഗ്രനേഡ് പാർട്ടിയുടെ കയ്യിലല്ല, ഹരിപ്രസാദിന്റെ കയ്യിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത്. ജനക്കൂട്ടമായിട്ടുള്ള തിക്കും തിരക്കും അല്ല, ഇത് കയ്യിൽ വെച്ച് ലാത്തിയും കയ്യിൽ വെച്ച് അതുകൊണ്ട് പിന്നെ മർദ്ദിക്കാനും ശ്രമിക്കുക. ഇങ്ങനെ രണ്ട് പോലീസുകാർക്കെതിരെയാണ് ഷാഫി പറമ്പിൽ പ്രധാനമായും ആരോപണം ഉന്നയിച്ചത്. ഏതായാലും UDF തന്നെയാണ് പേരാമ്പ്രയിൽ സംഘർഷമുണ്ടാക്കിയത് എന്ന് ആവർത്തിക്കുകയാണ്. LDF ആണെങ്കിലും CPM ആണെങ്കിലും പോലീസുകാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് UDF നേതൃത്വം കഴിഞ്ഞ ദിവസം IG-യെ കാണുകയും ചെയ്തിരുന്നു. 5 ദിവസത്തിനകം ഇവർക്കെതിരെ നടപടി വേണമെന്നാണ് UDF നേതൃത്വം ആവശ്യപ്പെട്ടത്. ഈ സമയപരിധിക്കുള്ളിൽ നടപടിയില്ലെങ്കിൽ IG ഓഫീസിന് മുൻപിൽ ഉപരോധ സമരമടക്കം ആരംഭിക്കുമെന്നും UDF നേതാക്കൾ പ്രതികരിച്ചിരുന്നു. ഏതായാലും ഷാഫി പറമ്പിൽ പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതിലൊക്കെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഷാഫി പറമ്പിലും UDF നേതൃത്വവും ഒന്നടങ്കം പറയുന്നത്. ഷാഫി പറമ്പിൽ ആരോപണം ഉന്നയിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ തിരിച്ചെടുത്തത് ട്രൈബ്യൂണൽ ഉത്തരവിനെ തുടർന്നായിരുന്നു. ഗുണ്ടാബന്ധം ആരോപിച്ചായിരുന്നു സസ്പെൻഷൻ. പിന്നാലെ ലൈംഗിക പീഡന കേസിൽ വീഴ്ച വരുത്തിയെന്നും ആരോപണമുയർന്നു. ട്രൈബ്യൂണലിൽ അഭിലാഷ് ഡേവിഡ് അനുകൂലമായ നിലപാട് ആണ് സർക്കാർ സ്വീകരിക്കുകയും ചെയ്തത്. അതും ഷാഫി പറമ്പിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം ഷാഫിയുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ 3 പോലീസുകാരെ പിരിച്ചുവിട്ടുകൊണ്ടാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു ഉത്തരവിറക്കിയിരിക്കുന്നത്. CI അഭിലാഷ് ഡേവിഡ്, പോലീസ് ഡ്രൈവർ ഷെറി S രാജ്, ട്രാഫിക് സ്റ്റേഷനിലെ പോലീസുകാരൻ റെജി ഡേവിഡ് എന്നിവരെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൽ CI ആയ അഭിലാഷ് ഡേവിഡ് ഇപ്പോൾ നിലവിൽ റെയിൽവേ പോലീസ് CI ആയിരുന്നു. ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ ഇപ്പോൾ സസ്പെൻഷനിലാണ്. CI അഭിലാഷ് ഡേവിഡ് ശ്രീകാര്യം SHO ആയിരിക്കുമ്പോൾ ലൈംഗിക പീഡന കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്നുള്ള ആരോപണം, ആ ആരോപണത്തിന്റെ പേരിലാണ് ഇപ്പോൾ സേനയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ആരോപണങ്ങളെയൊക്കെ തന്നെ CI ആയിട്ടുള്ള അഭിലാഷ് ഡേവിഡ് തള്ളുകയും ചെയ്തു. അദ്ദേഹം മാതൃഭൂമി ന്യൂസിലെ ഞങ്ങളുടെ റിപ്പോർട്ടറോട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് പ്രതികരിക്കുകയൊക്കെ ചെയ്തു. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായി മാറുകയാണ് പേരാമ്പ്ര സംഘർഷം. അതിന്റെ മറ്റൊരു തലത്തിലേക്ക്, മറ്റൊരു കോണിലേക്ക് ഇപ്പോൾ ചർച്ചകൾ മാറി പോകുന്നുണ്ട്. അഭിലാഷിന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. അതെ, അപ്പൊ അതെ, അവിടെ ഈ സംഘർഷം ഉണ്ടായപ്പോ അഭിലാഷ് സാർ അവിടെ മർദ്ദിച്ചു എന്നാണ് ഷാഫി പറയുന്നത്. അതെ, അങ്ങനെയാ അതിന്റെ ഒരു വസ്തുത.
എനിക്ക് അന്ന് അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ബസ് സ്റ്റാൻഡിലായിരുന്നു ഡ്യൂട്ടി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 10-25 മീറ്റർ ഇപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. അതെ. അവിടെ ലോക്കൽ DSCയും ബാക്കി ഉദ്യോഗസ്ഥരായിരുന്നു അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. അപ്പൊ സാറ് നേരത്തെ ഈ ഷാഫി പറയുന്നത് നേരത്തെ ഗുണ്ടകളുമായിട്ട് സാറിന് ബന്ധമുണ്ടായിരുന്നു, അങ്ങനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അതെന്താണ് അതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. എനിക്ക് സസ്പെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു കയറുകയും ചെയ്തു അല്ലേ? പക്ഷെ അതിന് ഷാഫി ചില വീഡിയോകളൊക്കെ കാണിക്കുന്നുണ്ട് അതിനകത്ത്. ഇപ്പൊ പ്രസ് മീറ്റിനകത്ത് ചില വീഡിയോകളൊക്കെ കാണിക്കുകയും ചെയ്തിരുന്നു. എന്തോ ഓതന്റിസിറ്റി എനിക്കറിഞ്ഞില്ല. സാറ് പറഞ്ഞു സാർ അവിടെ ഇല്ലായിരുന്നു എന്നാണ് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, പേരാമ്പ്ര ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് ബസ് സ്റ്റാൻഡിലായിരുന്നു ഡ്യൂട്ടി. ഈ സംഭവം നടക്കണ ഒരു 10-15 മീറ്റർ അപ്പുറത്താണ്. ഓക്കെ, ശരി ശരി. എന്താണ് ഈ സംഭവത്തിൽ ഏറ്റവും ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിലയിരുത്തലിലേക്ക് പോകാം. എന്നോടൊപ്പം അനന്തകൃഷ്ണനും മാധു സജിയും ചേരുകയാണ്. അനന്തൻ, 2023 ഒരു കൂട്ടം ആരോപണ വിധേയരായ, അതായത് ഗുരുതര ആരോപണ വിധേയരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തതായി വാർത്ത നൽകിയത് അനന്തൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരാണ്. അനന്തകൃഷ്ണന്റെ അന്നത്തെ റിപ്പോർട്ട് കൂടി എടുത്തു വെച്ചുകൊണ്ടാണ് ഇന്ന് ഷാഫി പറമ്പിൽ ആ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യുന്നത്. അന്ന് പറഞ്ഞ എന്താണ്? നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തത് അന്ന് സർവീസിൽ നിന്നും ഈ വ്യക്തിയെ, അഭിലാഷ് അടക്കമുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു സർവീസിൽ എന്നുള്ളതാണ്. പിന്നീട് ആ വാർത്ത ഇപ്പോൾ ഇങ്ങനെ മാറുന്നത് എന്തുകൊണ്ടാണ്? കാരണം അന്ന് പിരിച്ചുവിടപ്പെട്ടിട്ടില്ല, സസ്പെൻഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു പ്രതികരണത്തിലേക്ക് വരികയാണ്. എത്രത്തോളം ഗുരുതരമായിട്ടുള്ള, കാരണം ഒരു സാധാരണ ഒരു വ്യക്തിയല്ല പറയുന്നത്, ഒരു പാർലമെന്റേറിയനാണ്, ഒരു MP ആണ് ഒരു പോലീസിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ചർച്ചകൾ എത്രത്തോളം പ്രാധാന്യം ഉള്ളതാണ് മാറുകയാണ്? 2023 ജനുവരി 20 നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഇന്ന് ഷാഫി പറമ്പിൽ കാണിച്ചത്. അന്ന് നമുക്കറിയാം, ആ സമയമെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയൊട്ടാകെ, സിറ്റി മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലൊട്ടാകെ ഗുണ്ടാക്രമണങ്ങൾ വ്യാപകമായി, പോലീസും ഗുണ്ടകളും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട് എന്നൊക്കെയുള്ള ആരോപണം ഉയർന്നിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അന്ന് കൂട്ട നടപടി, അതായത് തിരുവനന്തപുരത്തെ പോലീസിനെ മുഴുവൻ ശുദ്ധീകരിക്കുന്നൊരു നടപടിയിലേക്ക് പോവുകയാണെന്നൊക്കെയുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ വാർത്ത. അന്ന് നമ്മളോട് പറഞ്ഞത് 3 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു, കുറച്ച് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെയാണ്. എവിടുന്നാണ് അറിയിപ്പ് വരുന്നത്? പോലീസിൽ നിന്ന് വന്ന അറിയിപ്പ്. അപ്പോൾ അന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അന്ന് പിരിച്ചുവിടാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കാനുള്ള മെമ്മോ മാത്രമാണ് അന്ന് കൊടുത്തതെന്നും ആ മെമ്മോയ്ക്കെതിരെ അഭിലാഷ് ഡേവിഡ് ട്രൈബ്യൂണലിനെ സമീപിച്ചുവെന്നും ആ ട്രൈബ്യൂണലിൽ സർക്കാർ ഇയാളെ പിരിച്ചുവിടേണ്ടത്ര കുറ്റം ചെയ്തിട്ടില്ല എന്നുമുള്ളൊരു നിലപാടെടുത്തു എന്നാണ് പറയുന്നത്. അഭിലാഷ് ഡേവിഡിനെതിരെ അന്നുണ്ടായ ആരോപണം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ആരോപണം, അഭിലാഷ് ഡേവിഡ് ശ്രീകാര്യം SHO ആയിരുന്നു. ആ സമയത്താണ് ഈ 2 ആരോപണങ്ങളും ഉയരുന്നത്. പ്രശ്നം വലിയ ആരോപണങ്ങളൊക്കെ വ്യാപകമായപ്പോൾ ശ്രീകാര്യത്തിൽ നിന്ന് മാറ്റി തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ SHO ആക്കി മാറ്റി. അപ്പോൾ ആദ്യമുണ്ടായത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട 2 അധോലോക സംഘങ്ങൾ, അവർ തമ്മിൽ വലിയ കുടിപ്പകയായി. ആ കുടിപ്പക മീഡിയേറ്ററായിട്ട് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ പോയി. അതിൽ നമ്മളുടെ ആരോപണ വിധേയനായിരുന്നു ഈ ഷാരോൺ കേസിൽ അതിവിദഗ്ധമായി തെളിയിച്ച DSP ജോൺസൺ ഒക്കെ ആ മീഡിയേറ്ററായി പോയ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ആരോപണ വിധേയനായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ജോൺസൺ ബർത്ത്ഡേ മാത്രമല്ല, തർക്കം പരിഹരിക്കാനിരുന്നു പ്രത്യേക സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ പേരിൽ ജോൺസണെയൊക്കെ സസ്പെൻഡ് ചെയ്തു. ആ കൂട്ടത്തിൽ അഭിലാഷ് ഡേവിഡിനെയും അതേ ആരോപണത്തിൽ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ ആ നടപടിയിൽ നിൽക്കുമ്പോഴാണ് അഭിലാഷ് ഡേവിഡിനെതിരെ മറ്റൊരു ആരോപണം കൂടി വരുന്നത്. ഒരു ലൈംഗിക റേപ്പ് കേസിൽ പണം വാങ്ങി അത് ഒത്തുതീർപ്പാക്കാൻ, അത് ആ കേസ് അന്വേഷിക്കാതെ അതിന് നടപടികൾ മരവിപ്പിച്ചു എന്നുള്ളൊരു ആരോപണം വരുന്നത്. അതും കൂടെ വന്നപ്പോഴാണ് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായ CH നാഗരാജു ഈ പിരിച്ചുവിടാൻ ഉള്ള നടപടികൾ ആരംഭിച്ചത്. അന്ന് പക്ഷേ നമുക്ക് സിറ്റി പോലീസിൽ നിന്ന് ലഭിച്ചത് ഇയാളെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതിനു മുൻപ് ഈ ഗുണ്ടാ ആക്രമണവും ഗുണ്ടാ ബന്ധങ്ങളും പോലീസ് ബന്ധങ്ങളും ഒക്കെ വ്യാപകമായപ്പോൾ അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് അടിയന്തരമായി ഒരു ഗൂഗിൾ മീറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ IG DIGമാരുടെയൊക്കെ ഗൂഗിൾ മീറ്റ് വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ പിരിച്ചുവിടൽ നടപടി അടക്കം കൈക്കൊള്ളണം എന്നൊരു നിർദ്ദേശം കൊടുത്തു. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ നടപടിയൊക്കെ വന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പിരിച്ചുവിട്ടു എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ പിരിച്ചുവിട്ടില്ലായിരുന്നു. പിരിച്ചുവിടുന്ന നടപടികൾ പോലും ആരംഭിച്ചില്ല. സഭയിൽ പോലും അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ സഭയിൽ ആ ലിസ്റ്റിൽ ഇദ്ദേഹം ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഉണ്ടായിരിക്കണം. ആ സമയത്താണ്, സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല അത് പറയാൻ കാരണം 16/9/2025, അത് കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസത്തിലാണ് മുഖ്യമന്ത്രി സഭയിൽ ഇതിന്റെ കണക്കുകൾ നിരത്തി പറയുന്നത്. മുഖ്യമന്ത്രി അന്നത്തെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം.
കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത്. രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? ഈ പുതിയ സമീപനം അതേപോലെ ഉൾക്കൊള്ളാത്തവരുണ്ടാവും, പഴയതിന്റെ ഹാങ് ഓവറിൽ നിൽക്കുന്നവരുണ്ടാവും. ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന സമീപനം അത് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകും. മാധു, സഭയിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നടപടി സംബന്ധിച്ചൊക്കെ ഉറ്റം കൊണ്ട് ഒരു മറുപടിയാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനുൾപ്പെടെ നൽകുന്നത്. പക്ഷേ എന്താണ്, നമ്മൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകുമ്പോൾ അഭിലാഷ് ഡേവിഡിന്റെ കേസിൽ തന്നെ നോക്കൂ, ഇത് സംബന്ധിച്ച് അവിടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിവരാവകാശം നൽകിയാണ്. അവിടെ ഒരു രേഖ പോലും ഇല്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവത്തോടെ ഇതിനെ കാണണം? ഒരു CPM അടക്കം ഒരു തണല് അല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം നിന്ന ചില ഉദ്യോഗസ്ഥർ ഒരുപാട് പേര് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അങ്ങനെ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നു. ആ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് അടിവരയിടുന്ന തരത്തിലേക്ക് ഈ സംഭവം മാറുന്നുണ്ടോ? കഴിഞ്ഞ 2 മാസക്കാലം സംസ്ഥാന വ്യാപകമായി നടന്ന പോലീസ് അതിക്രമങ്ങളുടെ വലിയ തോതിലുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ നിരന്തരം നമ്മൾ ചർച്ചകളുടെയും വാർത്തകളുടെയും ഒക്കെ ഭാഗമായി CPM പ്രതിനിധികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ വളരെ ആർജവത്തോടെ മുന്നോട്ട് വെച്ച ഒരു വാദമാണ് ഇത്. 9 വർഷത്തിനിടയ്ക്ക് 144 പോലീസുകാരെ പിരിച്ചുവിട്ട സർക്കാരാണ് ഇത് എന്ന്. മുഖ്യമന്ത്രിയുടെ അതേ വാക്കുകൾ കടമെടുത്താൽ രാജ്യത്ത് മറ്റേത് സർക്കാർ ഇത്തരത്തിൽ കർശനമായ നടപടി സ്വീകരിച്ചു എന്ന് നമ്മളോടൊക്കെ ചോദിച്ച ആളുകളാണ് ഇവരൊക്കെ. പക്ഷേ ഈ 144 പേരിൽ എത്ര പേരെ പിരിച്ചു? രമേശ് ചെന്നിത്തല അതിന് തൊട്ട് പിന്നാലെ നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് 144 എന്ന് നിയമസഭയിൽ പറഞ്ഞത് അവകാശ ലംഘനമാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് അങ്ങനെയില്ല എന്ന് രമേശ് ചെന്നിത്തല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഷാഫി പറമ്പിൽ MP പറയുകയാണ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല. അവിടെ എന്താണ് പിന്നെ ഉള്ളത്? അതായത് ആ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട പോലീസുകാരുടെ വിവരം പോലും ഇല്ലാത്ത പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നാമമാത്രമായിട്ടുള്ള ഒരു ലിസ്റ്റൊക്കെ ആയിരിക്കും. വലിയൊരു ഈ ഭഗീരഥ പ്രയത്നത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാരണം ഇത് രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ എല്ലാം ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് ഇതൊക്കെ എന്താണ് രേഖകളാണ്. അത് കൊടുക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അത് ചോദിക്കാനുള്ള അവകാശമുണ്ട്, അത് കൊടുക്കേണ്ടതുമാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അല്ല, ഇത് തരാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിപ്പോ ഒരു അഭിലാഷ് ഡേവിഡിനെ എടുക്കുമ്പോൾ അഭിലാഷ് ഡേവിഡ് പിരിച്ചുവിടപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മുന്നിലുള്ള വിവരം. നടപടി നേരിട്ട ഒരാളാണ് എന്ന്. ഒരാൾ ഇപ്പോൾ ഷാഫി പറമ്പിൽ MPയോ കോൺഗ്രസോ ഒക്കെ അതിന്റെ വിവരങ്ങൾ തേടി പോകുമ്പോൾ ഇല്ല, അദ്ദേഹം അവിടെ ഉണ്ട്. അതുപോലെ എത്ര പേരുണ്ടാവും? എത്ര പേർ ട്രൈബ്യൂണലിലേക്ക് പോയിട്ടുണ്ട്? കൊട്ടിഘോഷിച്ച് പിരിച്ചുവിട്ടു എന്ന വാർത്ത വരുന്നു, പിന്നീട് രഹസ്യമായി അവിടെ തന്നെ ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ സർവീസ് വിവരങ്ങളിൽ ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് MP ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. ദൃശ്യങ്ങളടക്കമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത്തരത്തിൽ അക്രമ സ്വഭാവമുള്ള പോലീസുകാരെ ഒരാളെ പിരിച്ചുവിടാൻ സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ സർക്കാർ അത് എന്നാൽ ശരി നീ പൊക്കോ എന്ന് പറഞ്ഞു വിടുകയൊന്നുമല്ലല്ലോ. ഇതിന് പര്യാപ്തമായ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പ്രാഥമികമായ അന്വേഷണം നടത്തിയിട്ടായിരിക്കില്ലേ സ്വാഭാവികമായും ചെയ്യുക. പിന്നീട് എങ്ങനെയാണ് സർക്കാർ ട്രിബ്യൂണലിൽ പോയിട്ട് ഈ കുറ്റത്തിന് അനുപാതം എന്നതുപോലെ ആ കുറ്റം ചെയ്തിട്ടില്ല, ഈ നടപടിക്ക് ആവശ്യമായ കുറ്റം ചെയ്തിട്ടില്ല എന്ന നിലപാടെടുക്കുന്നത്? അവിടെ എനിക്കൊരു സംശയം അനന്തരം ഈ കാര്യത്തിൽ. കാരണം CIT പോകുമ്പോൾ CIT പോകാനുള്ള അവകാശം എല്ലാവരും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം ഉണ്ടായിരിക്കും. അവരുടെ വാദങ്ങൾ അവിടെ ഉയർത്താനുണ്ട്. പക്ഷേ അതിന് പോകുന്നതിന് മുമ്പ് അതിനുശേഷമോ അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് നടപടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ അവിടെ നിന്നും ഒരു അനുകൂല ഉത്തരവ് ഈ ഉദ്യോഗസ്ഥൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ആ ഒരു സർക്കംസ്റ്റാൻസ് ചൂണ്ടിക്കാട്ടി മേൽക്കോടതിയിലേക്ക് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോകാം, സർക്കാരിന് വേണമെങ്കിൽ നിലപാട് അറിയിക്കാം. അതുണ്ടായിട്ടില്ല. മാത്രമെന്താണ്, ഒരു ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപെടാൻ കഴിയാത്ത അപ്രധാന തസ്തികയിൽ പോസ്റ്റ് ചെയ്യണം ഇത്തരം ഉദ്യോഗസ്ഥരെ. ഇത് ലോ ആൻഡ് ഓർഡറിന് സഹിതം അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു പോസ്റ്റിംഗാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി ഇക്കാര്യത്തിൽ സർക്കാർ ഒളിച്ചു കളിച്ചിട്ടുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് സ്വാഭാവികമായിട്ടും നടപടി നേരിടുന്ന ഉദ്യോഗസ്ഥരെല്ലാം പോകും. അതിപ്പം ഏത് വകുപ്പിലെ നടപടിയായാലും അവർ പോകും. പിരിച്ചുവിടലാകുമ്പം സ്വാഭാവികമായിട്ടും പോകും. അപ്പോൾ പിരിച്ചുവിടൽ നടപടികൾ പോകുമ്പോൾ ആ പിരിച്ചുവിടൽ നടപടികൾ ഉറച്ചു നിൽക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അയാൾ പോരാ, അയാൾ ഈ സേനയുടെ ഭാഗമല്ല, അല്ലെങ്കിൽ ഈ ഉദ്യോഗത്തിന് പറ്റില്ല എന്ന് ബോധ്യം വരുമ്പോഴാണല്ലോ ഡിസ്മിസൽ നടപടിയിലേക്ക് പോകുന്നത്. അത് അങ്ങേയറ്റത്തെ നടപടിയാണ്. അയാൾ സർവീസിൽ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ അവിടെ പോയിട്ട് ഇയാൾക്ക് അത്രയും വലിയ കുറ്റം അല്ല ചെയ്തത് എന്നൊക്കെ പറയുമ്പം അയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ്. അപ്പോഴാണ് ഇവരുടെ ഭരണകക്ഷി ബന്ധമൊക്കെ റിവീൽ ആവുന്നത്. പക്ഷേ ഈ അഭിലാഷ് ഡേവിഡിനൊക്കെ എതിരെ നടപടിയെടുത്ത കാലഘട്ടം ആലോചിക്കണം. വളരെ സജീവമായി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങാൻ, തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് പുറത്തിറങ്ങാൻ പേടിയുള്ളൊരു സമയമാണ്. മാത്രമല്ല നമുക്ക് തന്നെ സിനിമകളിൽ കാണുന്ന പോലുള്ള ഒരു അധോലോക പോലീസ് കൂട്ടുകെട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന രീതിയിൽ ഈ ഇടയ്ക്ക് ഈ അഭിലാഷ് ഡേവിഡിനെതിരെ നടപടിയെടുത്തപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ മൊത്തം ശുദ്ധീകരണം നടത്തി. അത് മംഗലപുരം പോലീസ് സ്റ്റേഷനാണ്. മംഗലപുരം പോലീസ് സ്റ്റേഷൻ സ്വീപ്പ് ഒഴിച്ച് ബാക്കി എല്ലാവരെയും സസ്പെൻഡ് ചെയ്യുകയും സ്ഥലം മാറ്റുകയും ചെയ്തു. അത് ഈ ഇടയ്ക്ക് ആമസോൺ പ്രൈമിൽ ഇറങ്ങിയ ഒരു വെബ് സീരീസിൽ അത് ആ പരാമർശമുണ്ട്.
നടപടിയുണ്ട്. അതേ സമയത്ത് ആ നടപടി ഇറങ്ങി അതേ ദിവസം തന്നെയാണ് അഭിലാഷ് ഡേവിഡിനെയൊക്കെ സസ്പെൻഡ് ചെയ്തുകൊണ്ടും പിരിച്ചുവിട്ടുകൊണ്ടും ഒക്കെയുള്ള നടപടികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ നടപടികൾ ഒട്ടും ആത്മാർത്ഥതയോടെ അല്ല എന്ന് ജനങ്ങൾ സംശയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന ഇക്കാര്യത്തിൽ അവസാനമായി മുഖ്യമന്ത്രി അടക്കം സർക്കാരടക്കം ഈ വിഷയത്തിൽ മറുപടി പറയേണ്ട ഒരു ബാധ്യതയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ല, മുഖ്യമന്ത്രി മറുപടി പറയണമോ എന്ന് ആവശ്യപ്പെടുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അദ്ദേഹം വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ മറുപടി പറയുകയുള്ളൂ. പക്ഷേ ഇത് രാഷ്ട്രീയമായി തങ്ങളെടുത്ത ഒരു നിലപാട്, തങ്ങളെടുത്ത കർശനമായ ഒരു അച്ചടക്ക നടപടി എന്ന നിലയ്ക്ക് സർക്കാർ കൊട്ടിഘോഷിച്ച കാര്യമാണ്. അതിൽ വിശ്വാസ്യതയില്ല എന്ന് ഉന്നയിക്കുന്നത് പ്രതിപക്ഷമാണ്. ഇതിപ്പോൾ പോലീസ് അതിക്രമത്തിനിരയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു MP മുന്നോട്ട് വെക്കുന്ന വാദമാണ് ഇത്. സർക്കാർ നടപടിയെടുത്തു എന്ന് പറയുന്നു, പക്ഷേ നടപടിയെടുത്തിട്ടില്ല എന്നുള്ളത്. ഈ 144 പേരിൽ എത്ര പേരുണ്ട് എന്ന് നിയമസഭയിൽ പറഞ്ഞ സ്ഥിതിക്ക് അതിൽ ക്ലാരിറ്റി വരുത്തേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ചെയ്യുമോ എന്ന് നോക്കാം. തീർച്ചയായും അതാണ് അനന്തരം മാധവം വിലയിരുത്തിയതുപോലെ തന്നെ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇതിലെ ആത്മാർത്ഥതയാണ് പരിശോധിക്കപ്പെടേണ്ടത്. നാഴികയ്ക്ക് 40 വട്ടം ഞങ്ങൾ ഈ കളങ്കിതരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് എന്ന ഉറ്റം കൊണ്ട് സഭയിലടക്കം സഭാരേഖകളിലടക്കം വ്യക്തമാക്കപ്പെടുന്ന തരത്തിലേക്ക് മുഖ്യമന്ത്രി അടക്കം പ്രതികരണം നടത്തിയെങ്കിൽ അതിലെ ആത്മാർത്ഥത തീർച്ചയായും ഷാഫി ഉയർത്തിയ ചോദ്യങ്ങളിൽ നിന്നും അത് സംശയങ്ങൾ പല വഴിക്ക് നീങ്ങുന്നതായി നമുക്ക് വിലയിരുത്തപ്പെടേണ്ടി വരിക തന്നെ ചെയ്യും.